ഉപ്പുമണക്കുന്ന ഈ തീരത്തിന് തുരുമ്പു പിടിക്കാത്ത കരുത്തിന്റെ കഥകളുണ്ട് ഏറെ പറയാൻ. നമുക്ക് കോഴിക്കോടിന്റെ ചരിത്ര പുസ്തകത്തിലെ കുറച്ചു പേജുകൾ പിന്നോട്ട് മറിച്ചിടാം. 1965 കോഴിക്കോട് ഒരു യുവാവ് സൈക്കിളിലൂടെ ഒരു പ്രത്യേക കസേര വിറ്റ് നടക്കുന്ന അപൂർവ കാഴ്ച കണ്ടു. ദീർഘവീക്ഷണമുള്ള ഒരു ബിസിനസ്സുകാരന്റെ പിറവിയായിരുന്നു ആ കാഴ്ച. ഒരു കാലത്ത് കൊട്ട കസേര എന്നു പേരുണ്ടായിരുന്ന ആ കസേര പല വീടുകളിലെയും വരാന്ത അലങ്കരിച്ചു. പാവപ്പെട്ടവന്റെയും പണക്കരന്റെയും വീട്ടിൽ ഒരുപോലെ ആ കസേര സ്ഥാനം പിടിച്ചു. നിലത്തിരുന്ന ഒരു തലമുറയെ സ്ഥാനം നോക്കാതെ, പദവി നോക്കാതെ കസേരയിലേക്ക് മാറ്റിയിരുത്തി. ആ പുരോഗമന മുന്നേറ്റം ഇന്നും അഭിമാനമാണ്. തന്റെ ബിസിനസ് ചിന്തകളെ ആ കസേരയിൽ മാത്രമായി പ്രതിഷ്ഠിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല. കേരളത്തിൽ വിപ്ലവം സൃഷ്ടിച്ച മറ്റൊരു ബിസിനസ്സിനും അദ്ദേഹം തുടക്കം കുറിച്ചു. 1969 പോപ്പുലർ ഇൻഡസ്ട്രീസ് എന്ന പേരിൽ. കേരളത്തിൽ ആദ്യമായി അങ്ങനെ കടകൾക്ക് റോളിംഗ് ഷട്ടറുകളായി തുടങ്ങി. അന്നുവരെ കടമുറികൾക്ക് പലകകൾ അടുക്കിവെച്ച വാതിലുകളായിരുന്നു. അതിനു പകരമായാണ് കരുത്തുള്ള ചിലവ് കുറഞ്ഞ ഷട്ടറുകൾ KP ബാലൻ അവതരിപ്പിക്കുന്നത്. ഇന്നും കേരളത്തിൽ റോളിംഗ് ഷട്ടർ ബിസിനസ് ചെയ്യുന്നവരിൽ ഭൂരിഭാഗം പേരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. വിശ്രമമില്ലാത്ത പ്രയത്നങ്ങൾ ഒരുക്കിയ വഴികളിലൂടെ അദ്ദേഹത്തിന്റെ ബിസിനസ് ചിന്തകൾ കേരളമാകെ പടർന്നു. കടൽ കടന്ന് ഗൾഫ് രാജ്യങ്ങളിലും എത്തി. പ്രവാസ ജീവിതം അദ്ദേഹത്തിന് നൽകിയ പാഠങ്ങൾ പലതായിരുന്നു. അതിൽ നിന്നും വേടിയ നേട്ടങ്ങൾ വളരെ വലുതും. നാട്ടിലെന്ന പോലെ മണലാരണ്യങ്ങളിലെ സുഹൃദ് വലയങ്ങളും അദ്ദേഹത്തിന്റെ ശക്തിയായി മാറി. ആശയങ്ങളാണ് KP ബാലന്റെ ബലം. ഇരുമ്പിനേക്കാൾ കരുത്തുള്ള ധൈര്യവുമായി ചെറുപാലങ്ങളടക്കം നിരവധി സ്റ്റീൽ നിർമ്മിതികൾ അദ്ദേഹത്തിന്റെ അധ്വാനത്തിൽ ഉയർന്നു. 3 ദശാബ്ദത്തിലേറെ കാലത്തെ തന്റെ വിയർപ്പും അധ്വാനവും കൊണ്ട് നേടിയതെല്ലാം കൊണ്ട് 2004 അദ്ദേഹം ജന്മനാട്ടിലേക്ക് തിരിച്ചു. വെറും കൈയോടെയല്ല. ആ മനുഷ്യൻ തന്റെ നാടിനായി ഒരു കാർഗോ കണ്ടെയ്നർ നിറയെ അത്യാധുനിക മെഷീനുകളുമായാണ് എത്തിയത്. കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് അന്നെടുത്ത കപ്പലിന് പ്രതീക്ഷയുള്ള ഭാവി സമ്മാനിക്കാൻ കഴിയുമെന്ന് ആരും കരുതിയില്ല. എന്നാൽ പിന്നീട് സംഭവിച്ചത് പോപ്പുലർ ഇൻഡസ്ട്രീസിൽ നിന്നും പോപ്പുലർ സ്റ്റീൽസിലേക്കുള്ള പുതുചരിത്രം കുറിക്കലായിരുന്നു. 2010 KP ബാലന്റെ മകനായ KP മിഥുൻ ലാലിലൂടെ മെറ്റ്ലീഫ് ബ്രാൻഡ് തളിരിട്ടു. അച്ഛന്റെ പാതയിൽ മക്കളായ മിഥുൻ ലാലും അരുൺ ലാലും യാത്ര തുടങ്ങി. ഇന്ത്യയിൽ ആദ്യമായി മെറ്റ്ലീഫ് എന്ന പേരിൽ റോളിംഗ് ഷട്ടറുകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അതുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ മെറ്റീരിയലുകൾ, ഇരുമ്പ് സ്റ്റീലുമായി ബന്ധപ്പെടുന്ന വിവിധ ഉൽപ്പന്നങ്ങളും നിർമ്മിച്ചു. ബോംബെ ആസ്ഥാനമായുള്ള സ്റ്റീൽ ട്രേഡിംഗും പോപ്പുലർ സ്റ്റീൽസിന്റെ ഭാഗമായി 2014 ആരംഭിച്ചു. ആകാശത്തോളം വലിപ്പമുള്ള ബാലൻചേട്ടന്റെ സ്വപ്നങ്ങളെ അദ്ദേഹത്തിന്റെ മക്കൾ 2022 ആകാശം തൊട്ടു നിൽക്കുന്ന റൂഫിംഗ് ഷീറ്റാക്കി മാറ്റി. KP ബാലന്റെ ലക്ഷ്യം തലയെടുപ്പുള്ള റൂഫിംഗ് ഷീറ്റ് നിർമ്മിക്കുക മാത്രമായിരുന്നില്ല. അളവിലും തൂക്കത്തിലും ഗുണമേന്മയിലും ഒരാളുപോലും കബളിക്കപ്പെടാൻ പാടില്ല എന്ന വാശിയും അതിനൊപ്പമുണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വെയ്റ്റ് മെൻഷൻ ചെയ്തുകൊണ്ടുള്ള റൂഫിംഗ് ഷീറ്റിന് കേരളത്തിന്റെ മണ്ണിൽ നിന്നും പിറവിയുണ്ടായി. അതെ, ഇന്ത്യയിൽ ആദ്യമായി വെയ്റ്റ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ റൂഫിംഗ് ഷീറ്റ് 2022 മെറ്റ്ലീഫ് പുറത്തിറക്കുമ്പോൾ വീക്ഷണശാലിയായ ബാലേട്ടനുള്ള ക്രെഡിറ്റ് നൽകാതിരിക്കാൻ കഴിയില്ല. അധ്യായം ഇവിടെ അവസാനിക്കുന്നില്ല. വേരുകൾ വിശ്വാസത്തിന്റെയാണ്. ഈ മണ്ണിൽ ഈ ലീഫുകൾ ഇനിയും പടരും. പുതിയ കാലം ആവശ്യപ്പെടുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ മെറ്റ്ലീഫിലൂടെ പിറവിയെടുക്കും. മെറ്റ്ലീഫ് നാടിനോടുള്ള സമർപ്പണമാണ്, ഉറപ്പുള്ള ഉത്തരവാദിത്തമാണ്.